CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ പരോക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കോടിയേരി ബാലകൃഷ്ണന്റെ വിടവ് നികത്താനായിട്ടില്ല. ജനകീയ മുഖമുള്ള മറ്റൊരു നേതാവിനെ വളർത്തിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുമില്ല. പിണറായി വിജയനെ അല്ലാതെ മറ്റൊരാളെ അധികാരമേൽപ്പിച്ചാൽ ഇടതുപക്ഷത്തിന്റെ തകർച്ച ആരംഭിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കോടിയേരി ബാലകൃഷ്ണനെ താരതമ്യപ്പെടുത്തിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പരോക്ഷ വിമർശനം. കോടിയേരിയുടെ സൗമ്യഭാവവും പിണറായി വിജയന്റെ സംഘാടന മികവും പാർട്ടിക്ക് നൽകിയ കരുത്ത് അസാധാരണമായിരുന്നു. എന്നാൽ ഇന്നത് വേണ്ടത്രയുണ്ടോ എന്ന് സംശയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും വിമർശനമുണ്ട്. സർക്കാരിന്റെ മേന്മകളെ നിഷ്പ്രഭമാക്കുന്ന പ്രവർത്തികളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിലെ ഉദ്ദേശശുദ്ധി മുഖ്യമന്ത്രി മനസ്സിലാക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പോരായ്മകൾ വിലയിരുത്തി തിരുത്തണമെന്നാണ് അപേക്ഷ. ഇടതുപക്ഷത്തിന് താങ്ങായും തണലായി നിൽക്കുന്നവരാണ് ഈഴവർ ഉൾപ്പെടെയുള്ള പിന്നാക്ക വിഭാഗങ്ങളെന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. UDF-ലെ CMP നേതാവ് CP ജോൺ നടത്തിയ ഈഴവ അനുകൂല പരാമർശത്തെ പിന്തുണച്ചാണ് SNDP മുഖപത്രം യോഗനാഥത്തിലെ മുഖപ്രസംഗം തുടങ്ങുന്നത്. കോൺഗ്രസിനെയും BJP-യെയും രൂക്ഷമായി വിമർശിക്കുമ്പോൾ ഇടതുപക്ഷത്തെക്കുറിച്ച് പരിഭവമുണ്ട്. ഈഴവർക്ക് കോൺഗ്രസിലും BJP-യിലും അവഗണനയാണ്. തമ്മിൽ ഭേദം CPIM ആണെങ്കിലും ഇടതുപക്ഷവും ചില പദവികളിലും സ്ഥാനമാനങ്ങളിലും ഈഴവരെ അവഗണിക്കുന്നു. ഇടതുപക്ഷവും അതിരുവിട്ട ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിരാശ സൃഷ്ടിച്ചുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. 24 ആലപ്പുഴ.